അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഹംദുലില്ലാ ബാറകനാ ബിശഹ്രി റമളാനിഹിൽ കരീം ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തും മിനൽ ഹുദാ. ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. തൗബ ചെയ്ത് മടങ്ങുന്നവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഖുർആൻ പാരായണം അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നാഥാ നീ നാളെ പരലോകത്ത് സ്വർഗത്തിന് അവകാശിയാകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ സൽക്രമമായി നമ്മളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് പാപത്തിനും പാപമോചനത്തിനും. നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും തെറ്റു മനസ്സിലാക്കി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാപമോചനത്തിൻ്റെ മാസമായ ഷഹ്റു തൗബ എന്നറിയപ്പെടുന്ന ഒരു മാസമാണ് ഷഹ്റു റമളാൻ, പാപമോചനത്തിൻ്റെ മാസം. തെറ്റുകൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരുമാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ഉത്തമരാരാണ്? തൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചങ്ങലയാണ്. പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അതഴിക്കുക സാധ്യമല്ല. അപ്പൊ പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചങ്ങലയായി അവിടെ കിടക്കും. ആ ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ, അള്ളാഹുവിലേക്ക് ആ ചെയ്ത തെറ്റുകുറ്റത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടല്ലാതെ ആ പാപിയുടെ കഴുത്തിലുള്ള ചങ്ങലയെ പൊട്ടിച്ചു കളയാൻ സാധിക്കുകയില്ല. അതെ, റമളാൻ അത് പാപമോചനത്തിൻ്റെ മാസമാണ്. ഒരു റമളാനിനെ കണ്ടുമുട്ടിയിട്ട് പാപങ്ങൾ കഴുകിക്കളയാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തു. അത് നമുക്കറിയാം. റമളാനിലൂടെ വിശ്വാസികൾ അവരുടെ പാപങ്ങൾ കഴുകിക്കളയണം. അപ്പോൾ പ്രിയമുള്ളവരെ, റമളാനിലൂടെ വിശ്വാസികൾ അവരുടെ പാപങ്ങൾ കഴുകിക്കളയണം. അതെ, നോമ്പ് നമുക്കറിയാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അതേപോലെ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്കറിയാം, ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അവിടെയും പറയുകയാണ്, ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട്, അതും വിശ്വാസികളായി വിശ്വാസത്തോടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങളിൽ മുൻ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പടച്ച റബ്ബ് പൊറത്തു കൊടുക്കും എന്നതാണ്. അതുപോലെ വമൻ ഖാമ ലൈലത്തുൽ ഖദ്ർ എന്നൊരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, റമളാനിലൂടെ വിശ്വാസികളാവാൻ അവരുടെ പാപങ്ങൾ നോമ്പിലൂടെ രാത്രി നമസ്കാരത്തിലൂടെ നമുക്ക് അതിൽ നിന്ന് മോചനം തേടാൻ സാധിക്കും എന്നതാണ് നമ്മളവരും മനസ്സിലാക്കേണ്ടത്. ശരീരവും മനസ്സും ശുദ്ധിയാക്കുന്നവരെയാണ് അള്ളാഹുവിനിഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അള്ളാഹ്ക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളെയും പരിശുദ്ധവാന്മാരായിട്ടുള്ള ആളുകളെയും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരീരവും മനസ്സും ശുദ്ധിയാക്കുന്ന ആളുകളെ മുതത്വഹിരീൻ. ശരീരം ശുദ്ധിയാക്കുക, എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുളിക്കുക, വുളു എടുക്കുക, വസ്ത്രം ശുദ്ധിയാക്കുക, ഇതൊക്കെ ശരീരം ശുദ്ധിയാക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്നാൽ മനസ്സ് ശുദ്ധിയാക്കുക എന്നത്
നമുക്കറിയാം, നമ്മളോട് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ആത്മാവിൽ അതിനെ പരിശുദ്ധമാക്കിയവൻ അവൻ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ ആരാണോ അവൻ പരാജയപ്പെട്ടു എന്നതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പം ആത്മീയമായ ശുദ്ധി നമുക്ക് നേടാൻ സാധിക്കും. നിഷ്കളങ്കമായ തൗബയുടെ നിബന്ധനകൾ എന്താണെന്ന് ചോദിച്ചാൽ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കുറ്റങ്ങളിൽ നിന്നും തൗബ ചെയ്യുക എന്നത്, പശ്ചാത്തപിക്കുക എന്നത് നിർബന്ധമാണ്. തൗബ ചെയ്ത് മടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നതാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്താപത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഇനി ചെയ്യുകയില്ല എന്ന മനസ്സോടുകൂടി തെറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നത്, ആ തെറ്റിൽ നിന്ന് ഒഴിവാകുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം, അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാവണം. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, പാപങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിവിധി അള്ളാഹുവിലേക്കുള്ള തൗബ കൊണ്ടും പാപം ഉപേക്ഷിച്ചുകൊണ്ടും അതിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ടുമായിരിക്കുന്ന. അപ്പം ആ രൂപത്തിൽ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിക്കൊണ്ട്, രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത്, ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കണം. ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിച്ചാൽ മാത്രമേ നാം ചെയ്യുന്ന തൗബക്ക് പ്രസക്തിയുള്ളൂ എന്നതാണ്. ആരെയും ബോധ്യപ്പെടുത്താനോ എന്തെങ്കിലും കാര്യലാഭം നേടാനോ ഏതെങ്കിലും ഒന്നിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റോ ഉള്ള ഒരു ഖേദപ്രകടനമല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന തെറ്റുകുറ്റങ്ങൾ വന്നു പോയല്ലോ നാഥ എന്ന ഒരു ഖേദം, ഉള്ളറിഞ്ഞുള്ള ഒരു ഖേദം. അങ്ങനെ ഖേദിക്കുന്നതോടൊപ്പം മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത്, തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക എന്നതാണ്. നാളെ അല്ലെങ്കിൽ ഇനി എനിക്കൊരവസരം, എൻ്റെ ജീവിതത്തിൽ ഒരവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങുമെന്ന് വിചാരിച്ചു കൊണ്ടുള്ള തൗബയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഇനി ഒരിക്കലും തനിക്ക് ഇന്ന് വരെ സംഭവിച്ചു പോയ തെറ്റിലേക്ക് ആ തെറ്റെനിക്ക് സംഭവിക്കുകയില്ല, ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയമാണ് പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ തീരുമാനം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, മറിച്ച് ഏതെങ്കിലും ഒരു കാര്യലാഭം നേടുന്നതിന് വേണ്ടിയോ മറ്റോ ആയിപ്പോവരുത്. ഇങ്ങനെ നാം നിഷ്കളങ്കമായി തൗബ ചെയ്യുന്നതിന് വേണ്ടി നന്മകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള പ്രതിഫലം പ്രിയമുള്ളവരെ അത് വലിയൊരു സൗഭാഗ്യമാണ് എന്നതാണ്. പാപങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി തെറ്റ് ചെയ്യാത്ത ഒരാളായി നമ്മൾ മാറുമ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്ന, നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഏതൊരുവനാകട്ടെ അവൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ എങ്കിൽ അള്ളാഹു അവന് നൽകുന്ന സൗഭാഗ്യം പ്രിയമുള്ളവരെ, അവൻ്റെ തിന്മകളെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അള്ളാഹു അവൻ്റെ തിന്മകളെ നന്മകളാക്കി മാറ്റുകയും അള്ളാഹു അവനെ വകാനല്ലാഹ്, അള്ളാഹു ആണ് അവൻ എല്ലാം പൊറുക്കുന്നവനും
കരുണാനിധിയുമാണ് എന്നതാണ്. അപ്പൊ നമ്മുടെ തിന്മകളെ പ്രിയമുള്ളവരെ അള്ളാഹു നന്മകളാക്കി മാറ്റും എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് പശ്ചാത്താപത്തിന്റെ ഷഹ്റു തൗബ, പശ്ചാത്താപത്തിന്റെ മാസമാണ് റമളാൻ മാസം എന്ന നിലയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി ഹൃദയം തട്ടി നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, നമ്മുടെ ഈ റമളാനിനെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ നാഥ നീ നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, നാളെ പരലോകത്ത് എല്ലാ കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം, തൗഫീഖ് നമുക്ക് മുഴുവൻ ആളുകൾക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റമളാൻ 1 നാം കണ്ടു, റമളാൻ 10 കണ്ടു. നാഥ, 20, 30 കാണാൻ, അനുഷ്ഠിക്കാൻ, നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശിയാകാൻ അള്ളാഹുവേ നീ അനുഗ്രഹിക്ക തമ്പുരാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വർളിഅന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്ജിനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.